Hi friends, welcome to Lal Brothers Media. നമ്മൾ ഇന്നെടുക്കുന്നത് തെർമോഡൈനാമിക്സിലെ കാർനോട്ട്സ് എഞ്ചിൻ എന്ന ടോപ്പിക്കാണ്. കാർനോട്ട്സ് എഞ്ചിൻ അതെന്താണ്? ഇതൊരു ഹീറ്റ് എഞ്ചിനാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഹീറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു തരത്തിലുള്ള ഡിഫക്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ എഫിഷ്യൻസി 100% ആണ്. അതിനാൽ ഇത് അറിയപ്പെടുന്നത് ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ എന്ന് അറിയപ്പെടുന്നു. അപ്പം പറഞ്ഞ പോയിന്റുകൾ ഒന്ന്, 100% എഫിഷ്യൻസി, എന്തില്ല, ഡിഫക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഇത് അറിയപ്പെടുന്നത് എന്താണ്? ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ എന്ന് അറിയപ്പെടുന്നു. പക്ഷേ ഇത് പ്രാക്ടിക്കലി നിർമ്മിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇതൊരു തിയററ്റിക്കൽ എഞ്ചിനാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇതൊരു തിയററ്റിക്കൽ എഞ്ചിനാണ്. ഇത് പ്രാക്ടിക്കലി നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടാണ്, നിർമ്മിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്ന് അവസാനം പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് കാർനോട്ട്സ് എഞ്ചിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട്, അതിന്റെ വർക്കിംഗ് എന്താണ്, കാർനോട്ട് സൈക്കിള്, ഡെറിവേഷൻ, എഫിഷ്യൻസി, ഡെറിവേഷൻ, ഇത്രയാണ് മെയിൻ ടോപ്പിക്. പക്ഷെ കാർനോട്ട്സിന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് തെർമോഡൈനാമിക്സിൽ. അപ്പൊ അതിൽ അതിന്റെ പാർട്സ് പറഞ്ഞ പാർട്സ് ഒന്ന്, സോഴ്സ് എന്ന് പറഞ്ഞാണ് ഹോട്ട് ബോഡി, ടെമ്പറേച്ചർ കൂടിയ ബോഡി, ടെമ്പറേച്ചർ T1 ആണ്. രണ്ടാമത്തേന്ന് പറഞ്ഞ, അപ്പൊ ഇതൊരു രണ്ടാമത്തത് സിങ്ക്, കോൾഡ് ബോഡി, T2 ടെമ്പറേച്ചർ. മൂന്നാമത്തത് വർക്കിംഗ് സബ്സ്റ്റൻസ്. കാർനോട്ട്സ് എഞ്ചിന് വർക്കിംഗ് സബ്സ്റ്റൻസ് ആയി യൂസ് ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പൊ അവിടെ നമ്മൾ വർക്ക് സിസ്റ്റം എങ്ങനെ എടുക്കുന്നത്, അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ ആണ്, ഒരു പിസ്റ്റൺ ഉണ്ട്, ഇതിനകത്താണ് നമ്മൾ എന്തെടുക്കുന്ന ഐഡിയൽ ഗ്യാസ് എടുക്കുന്നത്. ഈ സിലിണ്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാൾസ് എല്ലാം അഡിയബാറ്റിക് ആണ്, ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. പിസ്റ്റൺ എന്താണ്? അഡിയബാറ്റിക്. അപ്പം ഈ മൂന്ന് സൈഡും നോൺ കണ്ടക്ടിങ് ആണ്. ഇത് വരുന്നത് ഹീറ്റ് കടന്നുപോകില്ല. പക്ഷെ കണ്ടക്ടിങ് ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? ബേസ് മാത്രമാണ് കണ്ടക്ടിങ്, അതായത് ഡയാതെർമിക്. ബാക്കി മൂന്ന് സൈഡും എന്താണ്? അഡിയബാറ്റിക് വാൾസ് ആണ്. അതിനകത്താണ് നമ്മൾ എന്തെടുക്കുന്നത്? ഐഡിയൽ ഗ്യാസ് എടുക്കുന്നത്, വർക്കിംഗ് സബ്സ്റ്റൻസ് എടുക്കുന്നു. ഇനി നാലാമത്തത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇതാണ് പാർട്സ് ഓഫ് എ കാർനോട്ട്സ് എഞ്ചിൻ എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് അതിന്റെ വർക്കിംഗ് ആണ്. പഠിക്കാൻ എളുപ്പമാണ്, പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി. വർക്കിംഗ് പറയുമ്പോൾ ഫസ്റ്റ് വർക്കിംഗ് പോയിന്റ് മാത്രമേ പറഞ്ഞോന്നുള്ളൂ. ഫസ്റ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പൊ നമ്മള് ഒരു ഫിഗർ പോലെ പറയുകയാണെങ്കിൽ സോഴ്സ്, ഐഡിയൽ ഗ്യാസ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, പിന്നെ സിങ്ക്, സ്റ്റാൻഡ്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ആദ്യം വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്ത് സോഴ്സിന്റെ പുറത്ത് വയ്ക്കും. അപ്പൊ ഇതിനെടുത്ത് ഇതിന്റെ പുറത്ത് വയ്ക്കും. അപ്പൊ ഇത് T1 ടെമ്പറേച്ചർ ആണ്. അതുകൊണ്ട് ഇത് എത്രയായി മാറും? T1 ടെമ്പറേച്ചർ മാറും. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് വോളിയം, ഇത് പ്രഷർ. അപ്പൊ ആദ്യം ഇവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇരിക്കുന്നത് സോഴ്സിന്റെ പുറത്താണ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഫസ്റ്റ് പോയിന്റ് വെച്ചാൽ ആ സമയത്തുള്ള പ്രഷർ P1, വോളിയം V1, ടെമ്പറേച്ചർ T1. ഫസ്റ്റ് പോയിന്റ് ഇനിഷ്യൽ സ്റ്റേറ്റ്. എന്നിട്ട് ആദ്യ പ്രോസസ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പൊ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. ഇവിടെ നോക്കുക, എക്സ്പാൻഷൻ. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? വോളിയം കൂടുന്നു. ഇപ്പൊ വോളിയം എത്രയാണ്? V1 ആണ് വോളിയം. V1 വോളിയം V2 ആയിട്ട് എന്ത് ചെയ്യുന്നു? വോളിയം കൂടി. നമുക്കറിയാം വോളിയം കൂടിയ പ്രഷർ എന്ത് ചെയ്യും? കുറയും. അപ്പം ഇപ്പോഴത്തെ പ്രഷർ എത്രയാണ്? P1 ആണ്. P
T1 എന്നുള്ളത് കുറയും, P2 ആയിട്ട് എന്ത് ചെയ്തു, കുറഞ്ഞു. ടെമ്പറേച്ചർ എന്ന് സംഭവിക്കും. ഏത് പ്രോസസ്സാ? ഐസോതെർമൽ പ്രോസസ് അല്ലേ? ഇപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ ആര് തന്നെയാണ്? T1 കോൺസ്റ്റന്റ്. എങ്ങനെ കോൺസ്റ്റന്റ് ആയി? അപ്പൊ ഐസോതെർമൽ എക്സ്പാൻഷനിൽ ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി നമ്മളെ സിസ്റ്റം അല്ലെങ്കിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഹീറ്റ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അപ്പൊ അവിടെ എന്ത് ചെയ്യും? എങ്ങനെ കോൺസ്റ്റന്റ് ആയി? Q1 amount of heat എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. Q1 amount of heat അബ്സോർബ് ചെയ്തു. ഇനി നമ്മളെ ഇതെങ്ങനെയാ വരുന്നത്? കർവ് ബി എന്ന പോയിന്റ്. ഓളിയും കൂടി പ്രഷർ കുറഞ്ഞു. ഇപ്പൊ ഇവിടെ P2 V2 ടെമ്പറേച്ചർ എന്നല്ല മാറ്റമില്ല. ഇവിടെ എന്താ സംഭവിച്ച? Q1 amount of heat എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു, അകത്തേക്ക് അബ്സോർബ് ചെയ്തു. അപ്പൊ ഇവിടെ ഫിഗറിൽ സൂചിപ്പിക്കുന്ന കർവ് ഏതെന്ന് ചോദിച്ചാൽ AB ആണ്. ഇത്രയും പഠിച്ചാൽ മതി. ഐസോതെർമൽ എക്സ്പാൻഷൻ വാല്യൂ വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. എക്സ്പാൻഷൻ കേൾക്കുമ്പോഴേ ഓളിയും കൂടി, V1 V2 ആയിട്ട് കൂടി. ഓളിയും കൂടിയ നേരെ ഓപ്പോസിറ്റ് പ്രഷർ എന്ത് ചെയ്യും? കുറയും. P1 P2 ആയിട്ട് കുറഞ്ഞു. ഐസോതെർമൽ ആയതുകൊണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് T1 തന്നെ. എങ്ങനെ കോൺസ്റ്റന്റ് ആക്കി? ഹീറ്റ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും പുറത്തുനിന്ന്. Q1 ഹീറ്റ് എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. പുറത്തുനിന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് എവിടെ നിന്നാ ഹീറ്റ് വലിച്ചെടുക്കാൻ പറ്റും? ഇവിടെ നിന്ന് പറ്റില്ല. അഡിയബാറ്റിക് വാള, ഇതും അഡിയബാറ്റിക്ക, ഇതും അഡിയബാറ്റിക്ക. ഏത് മാത്രമാണ് കണ്ടക്ടിങ് ആയിട്ടുള്ളത്? ഈ ബേസ് ആണ്. ബേസ് ആരുമായ കോണ്ടാക്ട് ഉള്ളത്? സോഴ്സുമായാണ് കോണ്ടാക്ട് ഉള്ളത്. അപ്പം ഇവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്നാണ് ഹീറ്റ് എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. അബ്സോർബ്ഡ് ഫ്രം എന്താണ്? സോഴ്സ്. ഇത്രേ ഉള്ളൂ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ പ്രോസസ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഇതിനടുത്ത് സ്റ്റാൻഡ് പുറത്ത് വയ്ക്കും. നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസിന് എടുത്ത് എവിടെ കൊണ്ട് വെച്ചു? സ്റ്റാൻഡ് പുറത്തുകൊണ്ട് വെച്ചു. സ്റ്റാൻഡ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. നമുക്ക് ഓൾറെഡി അറിയാം. ഈ ഒരു ഇതില്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഈ ഒരു ഒന്നില്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. മോളിൽ കൂടി ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഇവിടെ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷെ അത് ആരുമായ കോണ്ടാക്ട്? ഒരു ഇൻസുലേറ്ററുമായാണ് കോണ്ടാക്ട്. അപ്പൊ അത് എന്തില്ല? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. അപ്പൊ അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫറേ ഇല്ല. അതാണ് എന്ത് പറയുന്നത്? അഡിയബാറ്റിക് എന്ന് പറഞ്ഞത്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. എക്സ്പാൻഷനിലെ എക്സ്പാൻഷൻ അപ്പൊ ഓളിയം എന്ത് ചെയ്തു? കൂടി. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ട് ഓളിയം വീണ്ടും കൂടി. ഇപ്പം V2 ആണ്, V2 കൂടി, V3 ആയിട്ട് കൂടി. ഓളിയം കൂടി ആര് കുറയും? പ്രഷർ കുറയും. പ്രഷർ ഇപ്പം P2 ആണ്, P3 ആയിട്ട് കുറഞ്ഞു. ഇനി അഡിയബാറ്റിക് പ്രോസസ്സിലെ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. ഇവിടെ ടെമ്പറേച്ചർ T1 ആണ്, T1 എന്ത് ചെയ്തു? T2 ആയിട്ട് കുറഞ്ഞു. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തു. എന്തുകൊണ്ട് ഡിക്രീസ് ചെയ്തു? ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. നോ ഹീറ്റ് ട്രാൻസ്ഫർ. നോ ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പൊ നമ്മളെ ഫിഗറിൽ ഓളിയും കൂടി പ്രഷർ കുറഞ്ഞു. സി എന്ന പോയിന്റ്, ഈ പോയിന്റ്. ഇവിടെ P3 V3 എത്രയാണ്? T2. അപ്പം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തി. അപ്പൊ സൂചിക്കുന്ന കർവ് ഏതാണ്? BC. എക്സ്പാൻഷൻ ആയതുകൊണ്ട് ഓളിയം കൂടി, V2 V3 ആയിട്ട് കൂടി. ഓളിയം കൂടിയ പ്രഷർ കുറയും. അഡിയബാറ്റിക് ആയതുകൊണ്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കുറയുന്നു. BC ആണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ പ്രോസസ് ഐസോതെർമൽ കംപ്രഷൻ. ഇതിനടുത്ത് നമ്മൾ സിങ്കിന്റെ പുറത്ത് വെച്ചു. സിങ്കിന്റെ പുറത്ത് കൊണ്ടുവയ്ക്കുന്നു. ഐഡിയൽ ഗ്യാസിലെ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്തോടെ വെച്ചു, സിങ്കിന്റെ പുറത്ത് വെച്ചു. എന്നിട്ട് എന്താ? കംപ്രഷൻ അല്ലേ? കംപ്രഷൻ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഓളിയം കുറയ്ക്കുന്നു. ഇപ്പൊ ഓളിയം എത്രയാണ്? V3 ആണ്. ഓളിയം കുറഞ്ഞു, V4 ആയിട്ട് കുറഞ്ഞു. ഓളിയം കുറഞ്ഞു. ഓളിയം കുറഞ്ഞ ആര് കൂടും? പ്രഷർ കൂടും. അപ്പൊ പ്രഷർ P3 ആയിരുന്നത് P4 ആയിട്ട് എന്ത് ചെയ്തു? കൂടി. ശരി. ഇനി അടുത്ത് ടെമ്പറേച്ചർ എന്താണ്? ഐസോതെർമൽ അല്ലേ? അപ്പം ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ്. ഇപ്പൊ എത്ര ടെമ്പറേച്ചർ? T2. അപ്പം ടെമ്പറേച്ചർ എന്താണ്? T2 തന്നെ, കോൺസ്റ്റന്റ്. എങ്ങനെ കോൺസ്റ്റന്റ് ആക്കി? ഹീറ്റ് എന്ത് ചെയ്തു? ലിബറേറ്റ് ചെയ്തു, ഹീറ്റ് റിലീസ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു? ഹീറ്റ് Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. എങ്ങോട്ട് റിലീസ് ചെയ്തു? എങ്ങോട്ട് റിലീസ് ചെയ്യാൻ പറ്റൂ? സിങ്കിലോട്ട് എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. അപ്പൊ റിലീസ്ഡ്
ഇൻറ്റു സിങ്ക്. കംപ്രഷൻ ഓളിയം കുറഞ്ഞു, V3 V4 ആയിട്ട് കുറഞ്ഞു. ഓളിയം കുറഞ്ഞ ആര് കൂടും? പ്രഷർ കൂടി. P3 P4 ആയിട്ട് എന്ത് ചെയ്തു? കൂടി. ഐസോ തെർമൽ എന്ന് പറഞ്ഞുകൊണ്ട് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത്? T2 കോൺസ്റ്റന്റ്. എങ്ങനെ കോൺസ്റ്റന്റ് ആയി? കംപ്രഷൻ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഹീറ്റ് കൂടും. അപ്പൊ എങ്ങനെയായിരുന്നു? ഹീറ്റ് എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. എങ്ങോട്ട് റിലീസ് ചെയ്തു? സിങ്കിലോട്ട് എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. സൂചിപ്പിക്കുന്ന കർവ് ഇത് അവിടെ നിന്ന് ഇങ്ങനെ അതായത് P4 V4 T2. ഇവിടെ എമൗണ്ട് ഓഫ് ഹീറ്റ് പുറത്തേക്ക് കളഞ്ഞു Q2. അപ്പൊ എന്താ കർവ്? CD. അപ്പൊ ഏത് കർവാണ്? CD. ഇവിടെ AB BC എന്താണ്? CD. ലാസ്റ്റ് നാലാമത്തെ ഇവിടെ നാലാമത്തെ അഡിയബാറ്റിക് കംപ്രഷൻ. വീണ്ടും ഇതിനെ എടുത്തോടെ വയ്ക്കുന്നു. ഇൻസുലിൻ സ്റ്റാൻഡ് പുറത്ത് വെച്ചു. എങ്കിലും അഡിയബാറ്റിക് ആവും. എന്നിട്ട് കംപ്രസ് ചെയ്യുന്ന കംപ്രസ് ചെയ്യുന്ന ഓളിയം വീണ്ടും എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഓളിയം ഇപ്പൊ എത്രയാണ്? V4 ആണ്. നമ്മൾ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഓളിയം കുറഞ്ഞ് ഇൻഷ്യൽ ഓളിയം ആവുന്നവരെ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. ഇൻഷ്യൽ ഓളിയം എത്രയായിരുന്നു? V1. അപ്പൊ എന്ത് ചെയ്തു? കംപ്രഷൻ ആൻഡ് ഓളിയം കുറയുന്നു. ഏതൊരു കുറയുന്നു? V1 വരെ കുറയുന്നു. ഓളിയം കുറഞ്ഞ ആര് കൂടും? പ്രഷർ കൂടും. ആ പ്രഷർ P4 എന്നുള്ളത് കൂടി ഇൻഷ്യൽ പ്രഷറായി മാറും. ഇനി അഡിയബാറ്റിക് അല്ലേ? ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. അപ്പൊ എന്താണ്? നോ ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുന്നു. കംപ്രഷൻ ആൻഡ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ടെമ്പറേച്ചർ കൂടി. T2 എന്നുള്ളത് T1 ആയിട്ട് എന്ത് ചെയ്തു? കൂടി. T2 എന്നുള്ളത് T1 ആയിട്ട് കൂടി. സൂചിപ്പിക്കുന്ന കർവ് DA. ഇതാണ് കർവ് DA. നമ്മൾ എവിടെയാണ് തുടങ്ങി അവിടെ അവസാനിച്ചു. അപ്പൊ ഇതാണ് നമ്മൾ കാർനോട്ട് സൈക്കിൾ എന്ന് പറയും. കാർനോട്ട് സൈക്കിൾ. ഇപ്പൊ ഇവിടെ കംപ്രഷൻ ആയതുകൊണ്ട് ഓളിയം V4 നിന്ന് V1 കുറഞ്ഞു. നമ്മൾ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഏതൊരാവുന്ന വരെ ഇൻഷ്യൽ ഓളിയം ആവുന്ന വരെ കംപ്രസ് ചെയ്യും. അപ്പം ഓളിയം കുറയുന്നതുകൊണ്ട് പ്രഷർ കൂടും. P4 കൂടി P1 ആവും. ഇനി അഡിയബാറ്റിക് ആയതുകൊണ്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്തവിടെ? കൂടി. കംപ്രഷൻ ആയതുകൊണ്ട് ഹീറ്റ് ടെമ്പറേച്ചർ T2 T1 കൂടി. സൂചിക്കുന്ന കർവ് ഏതാണ്? DA. അതായത് ചോദിക്കുന്നത് കാർനോട്ട് സൈക്കിൾ എഴുതാൻ ചോദിക്കാം, ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാം, അതിലെ സ്റ്റേജസ് ഏതൊക്കെ ചോദിക്കാം. എന്നാൽ ഈ 4 പേര് മാത്രം എഴുതിയാൽ മതി. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. 3 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഇത്ര എഴുതാം. ഇത് മാത്രം ഈ സെന്റൻസ് എഴുതിയാൽ മാത്രം മതി. നിങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും എന്താണ്? കാർനോട്ട് എൻജിൻ. എന്താണ്? കാർനോട്ട് സൈക്കിൾ ഓർ വർക്കിംഗ് ഓഫ് എന്താണ്? കാർനോട്ട് എൻജിൻ. ഇനി നമുക്ക് അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എൻജിൻ ഡെറിവേഷൻ ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.